5 ചലാൻ കിട്ടിയാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന കേന്ദ്ര തീരുമാനം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കേട്ടത്. എന്നാൽ ഇത് കേരളത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ഗതാഗത മന്ത്രി ഇന്ന് പറയുകയും ചെയ്തു. മോട്ടോർ വാഹന നിയമത്തിലെ കേന്ദ്ര ഭേദഗതികൾ കേരളത്തിൽ മാത്രം നടപ്പാക്കാതിരിക്കാനാകുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഇവിടെ നടപ്പാകുമോ ഇല്ലയോ എന്നതല്ല, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക എന്നതാണ് പ്രധാനം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ നമുക്ക് ചോദിക്കാം, 5 ചലാൻ കിട്ടിയാൽ ലൈസൻസ് റദ്ദാക്കുമെന്ന തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ളത് ജനങ്ങൾ തന്നെ നേരിട്ട് പറയും. ദേവൻ കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, നോക്കാം. മോട്ടോർ വാഹന നിയമത്തിൽ കേന്ദ്ര സർക്കാർ പുതിയ ഭേദഗതികൾ വരുത്തുകയാണ്. ഇതുപ്രകാരം ഇനി മുതൽ വർഷത്തിൽ 5 തവണ ചാലൻ ലഭിച്ചു കഴിഞ്ഞാൽ അയാളുടെ ലൈസൻസ് സ്വാഭാവികമായും അയോഗ്യമാക്കപ്പെടും. മാത്രമല്ല, തുടർച്ചയായ കുറ്റകൃത്യങ്ങളിൽപ്പെടുന്ന വാഹനങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നിയമ ഭേദഗതികളാണ് ഈ പുതിയ ഉത്തരവിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനോട് ജനങ്ങളുടെ പ്രതികരണം എന്താണ്? നമുക്കൊന്ന് ചോദിച്ചറിയാം. നിയമലംഘനം കാണിച്ചുകൊണ്ടല്ലേ, ട്രാഫിക് ബ്ലോക്ക് ഇത് കാണിച്ചുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് നല്ല ഒരു കാര്യമാണ്. സംഭവം നല്ലത് തന്നെ. ഇവർ ഈ ഭരണതെല്ലാം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട. KSRTC മാത്രം നോക്കിയാൽ മതി. അവരെ ഡിപ്പോയിലുള്ള വണ്ടി മാത്രം നോക്കിയാൽ മതി. സർക്കാരിൻ്റെ വണ്ടി മാത്രം നോക്കിയാൽ മതി. അവരെ മൊത്തം നിയമലംഘനമായിട്ടല്ലേ ഓടുന്നത്. ആദ്യം സർക്കാർ വണ്ടി അവർ നോക്കട്ടെ, എന്നിട്ടല്ലേ പാവങ്ങളെ തോളിൽ കയറാനുള്ളത്. നിയമം പാലിക്കാനുള്ളതാണല്ലോ, ആൾക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ നിയമങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പുതിയൊരു സംഭവം വരുമ്പോഴത്തേക്ക് എല്ലാവരും നിയമം പാലിക്കും. ഈ പൈസ പോകുന്നതിനെ പേടിച്ചിട്ട് എല്ലാവരും അത് പാലിക്കണം. പിന്നെ അതിനുപരി ഈ പോലീസുകാർ മാസാവസാനം ആകുമ്പോൾ പിരിവെന്നും പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതും നിൽക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലൈസൻസ് കട്ട് ചെയ്യുന്നത് മോശമാണ്. അപ്പോൾ നമ്മളെ റോഡ് ശരിയല്ലല്ലോ. റോഡിനെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ആർക്ക് പിഴ ഇടണം? നമ്മൾ പൈസ എന്ത് ചെയ്യും? ലൈസൻസ് കട്ടാക്കും. അപ്പം ഇവർക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കേണ്ട വഴിയാണിത്. ഈ നിയമം നടപ്പിലാക്കാതിരിക്കുന്നത് നല്ലത്. വെറും ദോഷം ജനങ്ങൾക്ക്, നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർക്കാണ് കുഴപ്പം. ഡയറക്റ്റ് റദ്ദ് ചെയ്യുന്നതിന് പകരം ഒരു 2-3 വാണിംഗ് എന്ന രീതിയിൽ കൊടുത്തിട്ട് റദ്ദ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പ്രോപ്പർ വേ ആയിരിക്കും. ഇവിടെ എല്ലാ നിയമങ്ങളും എന്ന് പറഞ്ഞാൽ ഫൈൻ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അതാരും പാലിക്കാതിരിക്കുന്നതാണ് ഗവൺമെൻറ്റിന് ഇഷ്ടമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഫൈൻ അടിക്കാം ഇല്ല. അതുകൊണ്ട് അത് ആലോചിച്ച് ചെയ്യേണ്ട കേസാണ്. പുതിയ നിയമ ഭേദഗതിയോട് സമ്മിശ്ര പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും കൂടിയാലോചനകൾക്ക് ശേഷമേ സംസ്ഥാനത്ത് നിയമം നടപ്പിലാക്കുകയുള്ളൂവെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും JB ജ്യോതിഷിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.